Good morning. Today we are going to discuss about the functional organization and properties of enzymes. Functional organization of enzymes. An enzyme molecule has several functional regions, each with a specific function. ഒരു എൻസൈം മോളിക്യൂൾ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് പല ഫങ്ഷണൽ ആയിട്ടുള്ള റീജിയൻസും ഉണ്ട്. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഫങ്ഷനും ഉണ്ട്. A small portion of such a region serves as a specific site for binding with the substrate and also for converting the substrate to a product. So it is called the active site or active center. എൻസൈമിൻ്റെ ഒരു സ്മോൾ പോർഷനാണ് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റീജിയൻ. അതുപോലെ തന്നെ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നതും ആ റീജിയനിൽ വെച്ച് തന്നെയാണ്. അതിനെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് സെൻറ്റർ എന്ന് പറയുന്നത്. എൻസൈമിലെ ഒരു സ്മോൾ പോർഷനിലാണ് സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ തന്നെയാണ് സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത്. ആ റീജിയനെയാണ് ആക്റ്റീവ് സൈറ്റ് അല്ലെങ്കിൽ ആക്റ്റീവ് സെൻറ്റർ എന്ന് പറയുന്നത്. Here the substrate reacts with the enzyme by selective attachment followed by breaking and making of bonds. The active site includes the peptide chains and the side chains which come in direct contact with the substrate. The active center of the conjugated enzyme includes cofactors also. ഈ സബ്സ്ട്രേറ്റ് എൻസൈമുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള അറ്റാച്ച്മെൻ്റ് ആണ്. അതുവഴി ബ്രേക്കിങ്ങും അതുപോലെ മേക്കിംഗ് ഓഫ് ബോൺസും സംഭവിക്കുന്നുണ്ട്. ആക്റ്റീവ് സൈറ്റിനകത്ത് സാധാരണയായിട്ട് പെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ട്, സൈഡ് ചെയിൻസ് ഉണ്ട്. ഇതെല്ലാമാണ് സബ്സ്ട്രേറ്റുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്നത്. ആക്റ്റീവ് സെൻറ്റർ ഒരു കോഞ്ചുഗേറ്റഡ് എൻസൈമിൻ്റേതാണ് എങ്കിൽ അവിടെ കോഫാക്ടേഴ്സും പ്രസൻ്റ് ആണ്. സബ്സ്ട്രേറ്റ് എൻസൈമുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് സെലക്റ്റീവായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് വഴിയാണ്. അവിടെ ബോൺസ് ബ്രേക്ക് ചെയ്യും, അതുപോലെ പുതിയ ബോൺസ് മേക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആക്റ്റീവ് സൈറ്റിനകത്ത് സാധാരണയായിട്ട് പെപ്റ്റൈഡ് ചെയിൻസും സൈഡ് ചെയിൻസുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അതാണ് ആക്ച്വലി സബ്സ്ട്രേറ്റുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരാറുള്ളത്. ആക്റ്റീവ് സെൻറ്റർ കോഞ്ചുഗേറ്റഡ് എൻസൈംസിൻ്റേതാണ് എങ്കിൽ അവിടെ കോഫാക്ടേഴ്സും പ്രസൻ്റ് ആണ്. ഇൻ ആൻ ഒളിഗോമറിക് കോഞ്ചുഗേറ്റഡ് എൻസൈം എന്ന് വെച്ചാൽ എൻസൈം വിത്ത് അറ്റ്ലീസ്റ്റ് 2 ഐഡൻറ്റിക്കൽ സബ് യൂണിറ്റ്സ്, അതിനെയാണ് നമ്മൾ ഒളിഗോമറിക് കോഞ്ചുഗേറ്റഡ് എൻസൈം എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് സബ് യൂണിറ്റ്സ് മേ ഷെയർ ദ സെയിം ആക്റ്റീവ് സെൻറ്റർ. ഒളിഗോമറിക് കോഞ്ചുഗേറ്റഡ് എൻസൈമിലാണ് എങ്കിൽ ഡിഫറെൻറ്റ് സബ് യൂണിറ്റ്സിന് സെയിം ആക്റ്റീവ് സെൻറ്റർ ആയിരിക്കും ഉണ്ടാവുക. ആക്റ്റീവ് സൈറ്റ് ഹാസ് നോ റിജിഡ് ഷേപ്പ് സിൻസ് ഇറ്റ്സ് അമിനോ ആസിഡ് റെസിഡ്യൂസ് ക്യാൻ റീഅലൈൻ ദംസെൽസ് ഫോർ സബ്സ്ട്രേറ്റ് ബൈൻഡിങ്. ആക്റ്റീവ് സൈറ്റിന് ഒരു റിജിഡ് ഷേപ്പ് ഇല്ല, കാരണം അതിൻ്റെ അമിനോ ആസിഡ് റെസിഡ്യൂസ് എപ്പോഴും റീഅലൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത് സബ്സ്ട്രേറ്റ് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഇവിടെ ഈ ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിൾ എൻസൈമിൻ്റെ, ഹോളോ എൻസൈമിൻ്റെ, അതുപോലെ അലോസ്റ്ററിക് എൻസൈമിൻ്റെ സൈറ്റുകൾ, ഡിഫറെൻറ്റ് സൈറ്റ്സ് അവർ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് നോക്കിയ സിമ്പിൾ എൻസൈമിനൊരു കാറ്റലൈറ്റിക്കൽ സൈറ്റ് ഉണ്ട്, കോണ്ടാക്ട് സൈറ്റ് ഉണ്ട്, അതുപോലെ ഒരു ആക്റ്റീവ് സൈറ്റും ഉണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്തെ ആക്റ്റീവ് സൈറ്റ് മാത്രമാണ് പറഞ്ഞത്. ഇനി ഹോളോ എൻസൈം നോക്കി, അവിടെ ഒരു അപ്പോ എൻസൈം പാർട്ടുണ്ട്, കാറ്റലൈറ്റിക്കൽ സൈറ്റ് ഉണ്ട്, കോഫാക്ടർ ഉണ്ട്, കോണ്ടാക്ട് സൈറ്റും ഉണ്ട്. സെയിം ആക്റ്റീവ് സൈറ്റും പ്രസൻ്റ് ആണ്. ഇനി അലോസ്റ്ററിക് എൻസൈം ആണെങ്കിൽ അവിടെ ഒരു അലോസ്റ്ററിക് സൈറ്റ് ഉണ്ട്, കോണ്ടാക്ട് സൈറ്റ് ഉണ്ട്, ആക്റ്റീവ് സൈറ്റ് ഉണ്ട്, അതുപോലെ കാറ്റലൈറ്റിക്കൽ സൈറ്റും പ്രസൻ്റ് ആണ്. An active site is said to have 2 portions, namely a contact site and a catalytical site. ഇനി ആക്റ്റീവ് സൈറ്റ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞ പോർഷൻ, അതായത് സബ്സ്ട്രേറ്റ് വന്ന് എൻസൈമുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന പോർഷനും അതുപോലെ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ആ പോർഷൻ, അതിനെയാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ആക്റ്റീവ് സൈറ്റിന് 2 പോർഷൻസ് ആണുള്ളത്, നെയിംലി കോൺടാക്ട് സൈറ്റ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റ് ഓർ ആങ്കർ സൈറ്റ് എന്ന് പറഞ്ഞൊരു സൈറ്റും പിന്നെയുള്ളൊരു കാറ്റലറ്റിക്കൽ സൈറ്റും. ഈ 2 സൈറ്റിനെയും കൂടെ കൂടിയിട്ടാണ് നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. കോൺടാക്ട് സൈറ്റിലാണ് ആക്ച്വലി സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്, കാറ്റലറ്റിക്കൽ സൈറ്റിലാണ് സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്നത്. The binding of the substrate occurs at the contact site and its catalytical conversion to the product occurs at the catalytical site. സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്ന സൈറ്റിനെ നമ്മൾ കോണ്ടാക്ട് സൈറ്റ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റ് അല്ലെങ്കിൽ ആങ്കർ സൈറ്റ് എന്ന് പറയുന്നു. അതുപോലെ സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന ആ സൈറ്റിനെ നമ്മൾ കാറ്റലറ്റിക്കൽ സൈറ്റ് എന്ന് പറയുന്നു. The concept of this differentiation now appears to be arbitrary or doubtful. The active site occupies only a small portion of the whole enzyme molecule and its configuration is determined by the configuration of the whole molecule. ആക്റ്റീവ് സൈറ്റ് എൻസൈമിൻ്റെ ഹോൾ എൻസൈമിൻ്റെ ഒരു സ്മോൾ പോർഷൻ മാത്രമാണ് ഓക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കോൺഫിഗറേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഹോൾ മോളിക്യൂളിൻ്റെ കോൺഫിഗറേഷനാണ്.
Binding of a substrate with the active site of an enzyme occurs through non-covalent bonds. സബ്സ്ട്രേറ്റ് ആക്റ്റീവ് സൈറ്റുമായിട്ട് ബൈൻഡ് ചെയ്യുന്നത് മിക്കവാറും കേസസിനകത്ത് നോൺ കോവാലൻറ്റ് ബോൺഡ്സ് വഴിയാണ്. These forces are hydrophobic in nature because the environment at the active site is hydrophobic. Water is admitted only when it is a reactant. ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് എന്ന് പറയുന്നത് ആക്റ്റീവ് സൈറ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഹൈഡ്രോഫോബിക് ഇൻ നേച്ചറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്റ്റീവ് സൈറ്റിലെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഹൈഡ്രോഫോബിക് ആണ്. വാട്ടർ ഇവിടെ അഡ്മിറ്റഡ് ആക്കുന്നത് അതൊരു റിയാക്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് വാട്ടറിനെ ഇതിനകത്തേക്ക് എൻട്രി ചെയ്യിക്കാറുള്ളൂ. Functional organization of enzymes. Usually an active site is formed of 12 to 16 or more amino acid residues known as active groups. ആക്റ്റീവ് സൈറ്റിനകത്ത് സാധാരണയായിട്ട് 12 to 16 അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അമിനോ ആസിഡ് റെസിഡ്യൂസ് ആണ് ഉള്ളത്. അതിന് നമ്മൾ ആക്റ്റീവ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ കാറ്റലിറ്റിക്കൽ ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ കാറ്റലിറ്റിക്കൽ റെസിഡ്യൂസ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആണ് പറയാറുള്ളത്. These are located at distant points in the polypeptide chain, often at opposite ends. ഇതിനെ സാധാരണയായിട്ട് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ലൊക്കേഷൻസിലാണ്, പോളിപെപ്റ്റൈഡ് ചെയിൻ്റെ ഡിസ്റ്റൻറ്റ് ലൊക്കേഷൻസ് ദൂരെയുള്ള ലൊക്കേഷൻസിലാണ് കാണിക്കാറുള്ളത്. എക്സ്പെഷ്യലി മിക്കവാറും ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻസുകളിലാണ് കാണിക്കാറുള്ളത്. അതാണ് ഈ ഡയഗ്രത്തിനകത്ത് കാണിച്ചേക്കുന്നത്. നോക്കിയേ, അൺഫോൾഡഡ് ആയിട്ടുള്ള പെപ്റ്റൈഡ് ചെയിനകത്ത് ABC അതൊക്കെയായിരുന്നു അമിനോ ആസിഡ്സ്. അതെല്ലാം ദൂരെയായിട്ടാണ്. അൺഫോൾഡഡ് ആയിട്ടുള്ളൊരു പെപ്റ്റൈഡ് ചെയിൻ ആണെങ്കിൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എല്ലാം ദൂരെയായിട്ടാണ് കാണുന്നത്. The specific folding of the polypeptide chain brings them close to proximity. ആക്റ്റീവ് സൈറ്റിലുള്ള ഈ അമിനോ ആസിഡ് റെസിഡ്യൂസിനെ അല്ലെങ്കിൽ ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് പോളിപെപ്റ്റൈഡ് ചെയിനിൽ വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഫോൾഡിങ്സ് ആണ്. സ്പെസിഫിക് ഫോൾഡിങ്സ് ഓഫ് ദ പോളിപെപ്റ്റൈഡ് ചെയിൻ ബ്രിങ്സ് ദം ടു ക്ലോസ് പ്രോക്സിമിറ്റി. അവരെ ക്ലോസ് പ്രോക്സിമിറ്റിയിലോട്ട് കൊണ്ടുവരുന്നത് പോളിപെപ്റ്റൈഡ് ചെയിനിലെ സ്പെസിഫിക് ഫോൾഡിങ്സ് ആണ്. അതാണ് നെക്സ്റ്റ് ഡയഗ്രത്തിൽ ഫങ്ഷണൽ പോളിപെപ്റ്റൈഡ് ചെയിൻ, ഫോൾഡഡ് പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് പറഞ്ഞ് കാണിച്ചതിനകത്ത് ABC എല്ലാം ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ 3 ഫങ്ഷണൽ ഗ്രൂപ്പ്സും ആ പോളിപെപ്റ്റൈഡ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം അടുത്തടുത്തായിട്ട് വന്നു. The remaining amino acid residues of the chain determine the molecular form of the enzyme and influence the reactivity of the functional groups. ഇനി ബാക്കിയുള്ള അമിനോ ആസിഡ് റെസിഡ്യൂസ്, അതായത് ആക്റ്റീവ് ഗ്രൂപ്പ്സ് അല്ലാത്ത അമിനോ ആസിഡ് റെസിഡ്യൂസ് ആണ് ആക്ച്വലി എൻസൈമിൻ്റെ മോളിക്കുലാർ ഫോം ഡിറ്റർമൈൻ ചെയ്യണം. അതുപോലെ ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ റിയാക്ടിവിറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഈ ബാക്കിയുള്ള അമിനോ ആസിഡ് റെസിഡ്യൂസ് ആണ്. Those amino acids seen close to the active site and capable of influencing the reactivity of the functional groups are called accessory groups. ആക്റ്റീവ് സൈറ്റിൻ്റെ ക്ലോസ് പ്രോക്സിമിറ്റി കാണുന്ന അമിനോ ആസിഡുകൾ, അതുപോലെ ഫങ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ റിയാക്ടിവിറ്റീനെ ഡിറ്റർമൈൻ ചെയ്യുന്ന അമിനോ ആസിഡുകളെയൊക്കെ നമ്മൾ ആക്സസറി ഗ്രൂപ്പ്സ് എന്നാണ് പറയാറുള്ളത്. Remote amino acid residues capable of influencing the molecular organization of enzymes are called facilitating groups. ഇനി ഇതല്ലാണ്ട് അകലെ കിടക്കുന്ന പല അമിനോ ആസിഡ് റെസിഡ്യൂസും അതിനും എൻസൈമിൻ്റെ മോളിക്കുലാർ കോൺഫിഗറേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എങ്കിൽ അതിന് നമ്മൾ ഫെസിലിറ്റേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്നാണ് പറയാറുള്ളത്. അപ്പോൾ എൻസൈംസ് പ്രോപ്പറായിട്ട് ആക്റ്റീവ് സൈറ്റിൽ സാധാരണയായിട്ട് 12 to 16 അല്ലെങ്കിൽ മോർ അമിനോ ആസിഡ് റെസിഡ്യൂസ് പ്രസൻ്റ് ആയിരിക്കും. അതിനെ നമ്മൾ ആക്റ്റീവ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്നാണ് പറയാറുള്ളത്. സാധാരണയായിട്ട് അത് ഡിസ്റ്റൻ്റ്ലി ലൊക്കേറ്റഡ് ആയിരിക്കും. പക്ഷേ അത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ, പോളിപെപ്റ്റൈഡ് ചെയിൻ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അടുത്തടുത്തായിട്ട് വരും. റിമൈനിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ്, ഈ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് അല്ലാതെ ബാക്കി കിടക്കുന്ന അമിനോ ആസിഡ്സ് ആണ് എൻസൈമിൻ്റെ മോളിക്കുലാർ ഫോം ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതുപോലെ റിയാക്ടിവിറ്റി ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഈ റിമൈനിങ് ആയിട്ടുള്ള അമിനോ ആസിഡ് റെസിഡ്യൂസ് ആണ്. ഇനി ഇതിനകത്ത് തന്നെ അമിനോ ആസിഡ്സ് ആക്റ്റീവ് സൈറ്റുമായിട്ട് ക്ലോസ് പ്രോക്സിമിറ്റി കാണുകയും അതുപോലെ അവർ റിയാക്ടിവിറ്റി ഓഫ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുകയാണ് എങ്കിൽ അത് നമ്മൾ ആക്സസറി ഗ്രൂപ്പ്സ് എന്ന് പറയും. അതുകൂടാതെ റിമോട്ടായിട്ടുള്ള അമിനോ ആസിഡ്സ് അത് എൻസൈംസിൻ്റെ മോളിക്കുലാർ കോൺഫിഗറേഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫെസിലിറ്റേറ്റിംഗ് ഗ്രൂപ്പ്സ് എന്നും പറയും. The binding of the substrate to the active site depends upon the proper alignment of the functional groups. സബ്സ്ട്രേറ്റ് ആക്റ്റീവ് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യണമെങ്കിൽ പ്രോപ്പർലി അലൈൻഡ് ആയിരിക്കണം അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. Since the active site has no rigid and constant shape, the functional groups realign themselves to promote substrate binding. ആക്റ്റീവ് സൈറ്റിന് ഒരു റിജിഡ് ആയിട്ടുള്ളത്, ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഷേപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് എപ്പോഴും റീഅലൈൻ ചെയ്തുകൊണ്ടിരിക്കും പ്രോപ്പറായിട്ടുള്ള സബ്സ്ട്രേറ്റ് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സബ്സ്ട്രേറ്റ് ബൈൻഡിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. Now coming on to allosteric enzymes.
വേറൊരു കാറ്റഗറിയാണ് അലോസ്റ്ററിക് എൻസൈംസ് എന്ന് പറയുന്നത്. ഇൻ സം കോൺജുഗേറ്റഡ് എൻസൈംസ്, one or more regulator or allosteric sites may also be present distantly separate or away from the active site. ആക്റ്റീവ് സൈറ്റ് കൂടാതെ ചില എൻസൈംസ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, എക്സ്പെഷ്യലി കോൺജുഗേറ്റഡ് ആയിട്ടുള്ള എൻസൈംസ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു റെഗുലേറ്ററി സൈറ്റ് അല്ലെങ്കിൽ അലോസ്റ്ററിക് സൈറ്റ് ആക്റ്റീവ് സൈറ്റ് കൂടാതെ എൻസൈംസിൽ പ്രസൻ്റ് ആയിരിക്കും. ആക്ച്വലി അലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ എന്നാണ് മീനിങ്. അങ്ങനെയുള്ള എൻസൈംസിനെയാണ് നമ്മൾ അലോസ്റ്ററിക് എൻസൈംസ് എന്ന് പറയുന്നത്. അതായത് സബ്സ്ട്രേറ്റിന് ബൈൻഡ് ചെയ്യാനുള്ള കാറ്റലിറ്റിക്കൽ സൈറ്റ് അല്ലെങ്കിൽ ആ കോൺടാക്ട് സൈറ്റ് അല്ലെങ്കിൽ ആ ആക്റ്റീവ് സൈറ്റ്, കോൺടാക്ട് സൈറ്റും കാറ്റലിറ്റിക്കൽ സൈറ്റും കൂടെ കൂടുന്ന ഇതിനെയാണല്ലോ നമ്മൾ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് സൈറ്റ് കൂടാതെ വേറൊരു ബൈൻഡ് ചെയ്യാനുള്ള ഒരു സൈറ്റും കൂടെ പ്രസൻ്റ് ആണ് എങ്കിൽ, വേറൊരു ബൈൻഡിങ് സൈറ്റും കൂടെ എൻസൈംസിൽ പ്രസൻ്റ് ആണ് എങ്കിൽ അതിനെ നമ്മൾ അലോസ്റ്ററിക് എൻസൈംസ് എന്ന് പറയും. അങ്ങനെയുള്ള എൻസൈംസ് നമ്മൾ അലോസ്റ്ററിക് എൻസൈംസ് എന്ന് പറയും. ആ സൈറ്റിനെ നമ്മൾ അലോസ്റ്ററിക് സൈറ്റ് എന്ന് പറയും. In configuration, the allosteric site is somewhat similar to that of the active site, but it has no catalytical site, it has only contact site. ഇനി നമ്മൾ കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അലോസ്റ്ററിക് സൈറ്റിൻ്റെയും ആക്റ്റീവ് സൈറ്റിൻ്റെയും കോൺഫിഗറേഷനൊക്കെ എക്സാക്ട്ലി സെയിം തന്നെയാണ്, അല്ലെങ്കിൽ സിമിലർ ആണ്. പക്ഷേ ഇതിനകത്തൊരു കാറ്റലിറ്റിക്കൽ ആയിട്ടുള്ള സൈറ്റ് ഇല്ല, ആകെയായിട്ടുള്ളൊരു കോൺടാക്ട് സൈറ്റ് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെ ഒരു മോളിക്യൂളിൽ ഒന്ന് ബൈൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. അതിന് കാറ്റലിറ്റിക്കൽ ആയിട്ടുള്ള കപ്പാസിറ്റി, അതായത് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി അവിടെ ഇല്ല. ദ മോളിക്യൂൾസ് കേപ്പബിൾ ഓഫ് ബൈൻഡിങ് വിത്ത് അലോസ്റ്ററിക് സൈറ്റ്സ് ആർ കോൾഡ് അലോസ്റ്ററിക് റെഗുലേറ്റേഴ്സ്, അലോസ്റ്ററിക് ഇഫക്റ്റേഴ്സ് ഓർ അലോസ്റ്ററിക് മോഡുലേറ്റേഴ്സ്. ഈ അലോസ്റ്ററിക് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്ത മോളിക്യൂൾസിനെ നമ്മൾ അലോസ്റ്ററിക് റെഗുലേറ്റേഴ്സ് എന്ന് വിളിക്കാറുണ്ട്, അലോസ്റ്ററിക് ഇഫക്റ്റേഴ്സ് എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അലോസ്റ്ററിക് മോഡുലേറ്റേഴ്സ് എന്നും പറയാറുണ്ട്. ദേ ആർ സ്റ്റെറിക്കലി അല്ലെങ്കിൽ സ്ട്രക്ചറലി ഡിഫറെൻറ്റ് ഫ്രം ദ സബ്സ്ട്രേറ്റുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മോളിക്യൂളാണ് അവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ത്രൂ ബൈൻഡിങ് വിത്ത് അലോസ്റ്ററിക് സെൻറ്റർ ദേ എക്സേർട്ട് സം ഇൻഫ്ലുവൻസ് ഓൺ ദ ബൈൻഡിങ് ആൻഡ് കൺവേർഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് അറ്റ് ദ ആക്റ്റീവ് സൈറ്റ്. ഇനി ഈ അലോസ്റ്ററിക് ആയിട്ടുള്ള റെഗുലേറ്റേഴ്സ് അല്ലെങ്കിൽ അലോസ്റ്ററിക് ഇഫക്റ്റേഴ്സ് അല്ലെങ്കിൽ അലോസ്റ്ററിക് മോഡുലേറ്റേഴ്സ് ഈ അലോസ്റ്ററിക് സെൻറ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നത് വഴി അവർ ആക്ച്വലി സബ്സ്ട്രേറ്റിൻ്റെ ബൈൻഡിങ്ങും സബ്സ്ട്രേറ്റിനെ പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ ആക്ച്വലി അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് അലോസ്റ്ററിക് സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈംസിനകത്ത് ആക്റ്റീവ് സൈറ്റ് കൂടാതെ വേറൊരു സൈറ്റ് ഉണ്ട്, അവിടെ ചില മോളിക്യൂൾസ് വന്ന് അറ്റാച്ച് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള എൻസൈംസിനെ നമ്മൾ അലോസ്റ്ററിക് എൻസൈംസ് എന്ന് പറയും. അങ്ങനെയുള്ള സൈറ്റിന് നമ്മൾ അലോസ്റ്ററിക് സൈറ്റ് എന്നാണ് പറയുന്നത്. അവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്ന മോളിക്യൂൾസിന് നമ്മൾ അലോസ്റ്ററിക് റെഗുലേറ്റേഴ്സ്, അലോസ്റ്ററിക് ഇഫക്റ്റേഴ്സ്, അലോസ്റ്ററിക് മോഡുലേറ്റേഴ്സ് എന്നൊക്കെ പറയും. ഈ അലോസ്റ്ററിക് സെൻറ്ററിൽ അലോസ്റ്ററിക് ആയിട്ടുള്ള മോളിക്യൂൾസ് വന്ന് ബൈൻഡ് ചെയ്യുന്ന വഴി, റെഗുലേറ്റേഴ്സ് വന്ന് ബൈൻഡ് ചെയ്യുന്ന വഴി അവർ ഒരു ഇൻഫ്ലുവൻസ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. സബ്സ്ട്രേറ്റിൻ്റെ ആക്റ്റീവ് സൈറ്റിലുള്ള ബൈൻഡിങ്ങിനെ അതിനെ പ്രൊഡക്റ്റാക്കി കൺവേർട്ട് ചെയ്യുന്നതിലും അവരൊരു ഇൻഫ്ലുവൻസ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ദെയർ ഇഫക്ട്സ് മേ ബി എക്സൈറ്റേറ്ററി ഓർ ഇൻഹിബിറ്ററി. അവരുടെ ഇഫക്ട്സ് പോസിറ്റീവ് ആവാം അല്ലെങ്കിൽ നെഗറ്റീവും ആവാം. സോ അലോസ്റ്ററിക് ഇഫക്റ്റേഴ്സ് ക്യാൻ ബി പോസിറ്റീവ് റെഗുലേറ്റേഴ്സ് ഓർ negative regulators. Positive regulators are generally called activators and negative regulators are called inhibitors. Positive regulators നമ്മൾ activators എന്ന് പറയും, negative regulators നമ്മൾ inhibitors എന്നാണ് പറയാറുള്ളത്. Some allosteric sites are specific to activators and others to inhibitors. ചില allosteric centers സ്പെസിഫിക് ആയിരിക്കും, ആക്ടിവേറ്റേഴ്സ് മാത്രമായിരിക്കും അവരെ വന്ന് ബൈൻഡ് ചെയ്യാറുള്ളത്. ചില allosteric സൈറ്റ്സിനകത്ത് ഇൻഹിബിറ്റേഴ്സ് ആയിരിക്കും ബൈൻഡ് ചെയ്യാറുള്ളത്. The action of allosteric inhibitors on the enzyme occurs through a conformational change in the active site. ഇനി അലോസ്റ്ററിക് ഇൻഹിബിറ്ററാണ് എൻസൈമിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ അവർ ആക്റ്റീവ് സൈറ്റിൻ്റെ കൺഫർമേഷനിൽ കുറച്ച് ചേഞ്ചസ് വരുത്തുന്നുണ്ട്. ഓൺ ദ അതർ ഹാൻഡ്, അലോസ്റ്ററിക് ആക്ടിവേറ്റേഴ്സ് പ്രൊമോട്ട് ദ catalytical conversion of the of the substrate by increasing the velocity of the reaction. ഇനി അലോസ്റ്ററിക് ആക്ടിവേറ്റേഴ്സ് ആണ് അലോസ്റ്ററിക് സൈറ്റിൽ വന്ന് ബൈൻഡ് ചെയ്യുന്നതെങ്കിൽ അവർ സബ്സ്ട്രേറ്റിൻ്റെ കൺവേർഷൻ, പ്രൊഡക്റ്റുമായിട്ടുള്ള കൺവേർഷൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ്റെ വെലോസിറ്റി കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാനാണ് അലോസ്റ്ററിക് ആയിട്ടുള്ള ആക്ടിവേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. Now coming on to the properties of enzymes. Enzymes are specialized molecules which serve as exceptionally versatile catalytic biochemical reactions. Some of their special properties are the following. First point, enzymes are organic catalysts with controllable activity. Enzymes organic ആയിട്ടുള്ള കാറ്റലിസ്റ്റുകളാണ്, അവർക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്.
This property enables them to change their metabolic rate in relation to environmental conditions. ഈ പ്രോപ്പർട്ടി ശരിക്കും അവരുടെ മെറ്റബോളിക് റേറ്റ് ചേഞ്ച് ചെയ്യാൻ എൻവയോൺമെൻറ്റൽ കണ്ടീഷനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മെറ്റബോളിക് റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള പ്രോപ്പർട്ടി പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻസൈംസ് ആർ ലെസ് സ്റ്റേബിൾ ആൻഡ് തെർമോലയബിൾ കോമ്പൗണ്ട്സ്. എൻസൈംസ് ലെസ് സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്, അതുപോലെ തെർമോലയബിൾ കോമ്പൗണ്ട്സ് ആണ്. ദാറ്റ് ഇസ് ദേ ക്യാൻ ബി ഈസിലി ഇൻഹിബിറ്റ് ചെയ്യാനായിട്ടും ഇനാക്ടിവേറ്റ് ചെയ്യാനായാലും അതുപോലെ ഡിസ്ട്രോയ് ചെയ്യാനായിട്ടും ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എക്സ്ട്രീംസ് ഓഫ് pH, UV റേസ്, ഹെവി മെറ്റൽ അയോൺസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻഹിബിറ്റ് ചെയ്യാനും ഇനാക്റ്റീവ് ആക്കാനും ഡിസ്ട്രോയ് ചെയ്യാനുമായിട്ട് പറ്റും. എൻസൈംസ് ഹാവ് എക്സീഡിംഗ്ലി ഹൈ കാറ്റലിറ്റിക്കൽ എഫിഷ്യൻസി ഓർ കാറ്റലിറ്റിക്കൽ പവർ. എൻസൈംസിന് ഹൈ കാറ്റലിറ്റിക്കൽ എഫിഷ്യൻസി ആണുള്ളത്. Under optimal conditions, most enzymatic reactions proceed 10 raised to 8 to 10 raised to 11 times faster than the corresponding non-enzymatic reactions. Optimal conditionsനകത്ത് മിക്ക എൻസൈമാറ്റിക് റിയാക്ഷൻസും 10 raised to 8 to 10 raised to 11 times faster ആയിട്ടാണ് നടക്കുന്നത് than the corresponding non-enzymatic reactionsനേക്കാൾ. Moreover, the turnover number of most enzymes is well above 1000. ടേൺ ഓവർ നമ്പർ മിക്ക എൻസൈംസിനെയും 1000-നേക്കാൾ കൂടുതലാണ്. ടേൺ ഓവർ നമ്പർ എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ നമ്പർ ഓഫ് സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് കൺവേർട്ടഡ് ടു പ്രോഡക്റ്റ് മോളിക്യൂൾസ് ബൈ വൺ എൻസൈം മോളിക്യൂൾ ഇൻ 1 second. എത്ര സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിനെ എത്ര പ്രോഡക്റ്റ് മോളിക്യൂൾസ് ആക്കി മാറ്റുന്നു ബൈ വൺ എൻസൈം. ഒരു എൻസൈം 1 സെക്കൻഡിൽ എത്ര സബ്സ്ട്രേറ്റിനെ എത്ര പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ടേൺ ഓവർ നമ്പർ എന്ന് പറയുന്നത്. ടേൺ ഓവർ നമ്പർ മിക്ക എൻസൈംസിനെ 1000 ആണ്. എക്സ്ട്രീം കണ്ടീഷൻസിനകത്ത് ഈവൻ 1 million വരെ ടേൺ ഓവർ നമ്പർ കാണിക്കാറുണ്ട്. ദാറ്റ് ഷോസ് ദാറ്റ് ഹാവ് ഹൈ കാറ്റലിറ്റിക്കൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഹൈ കാറ്റലിറ്റിക്കൽ പവറാണ് എൻസൈംസിനുള്ളതെന്ന്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് എൻസൈംസ് ഡു നോട്ട് ഓൾട്ടർ ദ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ഓഫ് ദ റിയാക്ഷൻസ് ബട്ട് ഓൺലി ഓൾട്ടർ ദ കൈനറ്റിക് പ്രോപ്പർട്ടീസ് കൺസേൺ വിത്ത് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. എൻസൈംസ് തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് അതായത് എൻതാൽപ്പി അതുപോലുള്ള തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസിൽ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല, പക്ഷേ അത് കൈനറ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസിലാണ് ചേഞ്ച് വരുത്തിയിട്ട് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, എൻസൈംസ് ഡു നോട്ട് പുഷ് റിയാക്ഷൻസ് അപ്പ് ഹിൽ nor they shift the equilibrium point of reactions but only increase the rate at which the equilibrium is reached. എൻസൈംസ് ഒരു റിയാക്ഷനെയും അപ്പ് ഹില്ല് പുള്ള് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ അവർ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് മാത്രമേ ചെയ്യുന്നുള്ളൂ. സോ ദ ആക്സിലറേറ്റ്സ് ദ ഓൺസെറ്റ് ആൻഡ് വെലോസിറ്റി ഓഫ് റിയാക്ഷൻസ് വിതൗട്ട് ആൾട്ടറിങ് ദർ റൂട്ട് ആൻഡ് അഫക്റ്റിംഗ് ദർ ഇക്വിലിബ്രിയം പോയിൻറ്റ്. സോ അവർക്ക് വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻ ആക്സിലറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് വിതൗട്ട് ഓൾട്ടറിങ് ദ റൂട്ട്. അവരുടെ റൂട്ട് മാറ്റാതെ അല്ലെങ്കിൽ അവരുടെ ഇക്വിലിബ്രിയം പോയിൻറ്റിനെ എഫക്റ്റ് ചെയ്യാണ്ട് തന്നെ അവർക്ക് വെലോസിറ്റി ഓഫ് ദ റിയാക്ഷൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നെക്സ്റ്റ് പോയിൻ്റ് ആണ് എൻസൈം കാറ്റലൈസ് ഓൺലി എനർജറ്റിക്കലി ഫീസിബിൾ റിയാക്ഷൻസ്. മിക്ക റിയാക്ഷൻസും സ്ലോ ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ദ ഡു നോട്ട് ഒക്കർ അറ്റ് പോസിബിൾ റേറ്റ്സ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എൻസൈംസ്. എൻസൈംസ് ആബ്സെൻ്റ് ആണ് എങ്കിൽ അവർ ഭയങ്കര സ്ലോ റേറ്റിലായിരിക്കും നടക്കുക. എൻസൈംസ് ആണ് ആക്ച്വലി സ്പീഡപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന മോളിക്യൂൾസാണ് എൻസൈംസ് എന്ന് പറയുന്നത്. എൻസൈം ക്യാൻ ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ബൈ ലോവറിങ് the level of free energy of activation of the reaction so that the reaction can take place at normal body temperature. എൻസൈംസ് സാധാരണയായിട്ട് റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഫ്രീ എനർജി ഓഫ് ആക്ടിവേഷൻ അല്ലെങ്കിൽ ആക്ടിവേഷണൽ എനർജീനെ ഡിക്രീസ് ചെയ്തുകൊണ്ടാണ്. അതുവഴിയാണ് അവർക്ക് നോർമൽ ബോഡി ടെമ്പറേച്ചറിൽ ആക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ആണ് എൻസൈംസ് കാറ്റലൈസ് ദ കൺവേർഷൻ ഓഫ് റിയാക്റ്റൻസ് എനർജി ടു എ ഡിഫറെൻറ്റ് ഫോം വിത്ത് ഹൈ എഫിഷ്യൻസി. എൻസൈംസ് റിയാക്റ്റൻറ്റിൻ്റെ എനർജി ഒരു ഡിഫറെൻറ്റ് ഫോമിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്, ഹൈ എഫിഷ്യൻസി ഉള്ളൊരു ഫോമിലോട്ട്. ഇൻ ഫോട്ടോസിന്തസിസ് ലൈറ്റ് എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു കെമിക്കൽ എനർജി. ഫോട്ടോസിന്തസിസിനകത്ത് ലൈറ്റ് എനർജീനെ കെമിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇൻ മൈറ്റോകോൺഡ്രിയൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ കെമിക്കൽ ബോണ്ട് എനർജി ഇസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എനർജി കറൻസി ഓഫ് ATP. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കെമിക്കൽ എനർജീനെ ATP ആക്കി മാറ്റും. ഇൻ മസ്കുലർ കോൺട്രാക്ഷൻ ദ കെമിക്കൽ എനർജി ഓഫ് ATPയിലെ എനർജീനെ മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. സോ അവിടെ കൺവേർഷൻ ഓഫ് റിയാക്റ്റൻസ് എനർജി ടു ഡിഫറെൻറ്റ് ഫോംസ് ആണ് സംഭവിക്കുന്നത്. ഒരു ഡിഫറെൻറ്റ് ഫോംസിലോട്ട് എൻസൈംസിൻ്റെ എനർജീനെ അല്ലെങ്കിൽ റിയാക്റ്റൻസിൻ്റെ എനർജീനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് വിത്ത് ഹൈ എഫിഷ്യൻസി. എൻസൈംസ് കാറ്റലൈസ് റിയാക്ഷൻസ് അണ്ടർ മൈൽഡ് കണ്ടീഷൻസ്. എൻസൈംസ് മൈൽഡ് കണ്ടീഷൻസിലാണ് റിയാക്ഷൻസ് എല്ലാം അണ്ടർഗോ ചെയ്യുന്നത്. ദാറ്റ് ഇസ് ഇൻ ന്യൂട്രൽ അക്വസ് സൊല്യൂഷൻസ് അറ്റ് നോർമൽ പ്രഷർ, ലോ ടെമ്പറേച്ചർ ആൻഡ് a pH close to the neutral level or isoelectric point. Neutral
അക്വസ് സൊല്യൂഷൻസിനകത്ത് നോർമൽ പ്രഷറും ലോ ടെമ്പറേച്ചറും അതുപോലെ pH ക്ലോസ് ടു ദ ഐസോ ഇലക്ട്രിക് പോയിന്റിലൊക്കെയാണ്. അങ്ങനെയുള്ള ഇതിൽ വരെ മൈൽഡ് കണ്ടീഷൻസിൽ വരെ എൻസൈംസിന് റിയാക്ഷൻസ് കാറ്റലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എൻസൈംസ് ആർ നെയ്തർ കൺസ്യൂം നോർ പെർമനൻ്റ്ലി ഓൾട്ടേർഡ് അഫക്റ്റഡ് ഓർ ഡിസ്ട്രോയിഡ് ബൈ ദ റിയാക്ഷൻസ് എൻസൈംസ് ദാറ്റ് ദേ കാറ്റലൈസ്. ഇൻഫാക്ട് എൻസൈംസിന് നമുക്ക് കൺസ്യൂം ചെയ്യാനോ അതുപോലെ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് ഓൾട്ടർ ചെയ്യാനോ അഫക്റ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ ഉള്ള കപ്പാസിറ്റി ഇല്ല. ഇൻഫാക്ട് enzymes do not react with the substrate and hence are regenerated at the end of their original form. എൻസൈംസ് സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് റീജനറേറ്റ് ചെയ്യാനായിട്ട് ഒറിജിനൽ ഫോമിൽ തന്നെ റീജനറേറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി നമുക്കത് അലൗ ചെയ്യുന്നുണ്ട്. സോ ദേ ക്യാൻ ഗോ ത്രൂ മെനി സൈക്കിൾസ് ഓഫ് ദ റിയാക്ഷൻ വിത്തൗട്ട് ചേഞ്ചിങ് ദ നേച്ചർ ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ദ എൻഡ് പ്രോഡക്റ്റ്. എൻഡ് പ്രോഡക്റ്റിൻ്റെ നേച്ചറോ പ്രോപ്പർട്ടീസോ മാറ്റാതെ തന്നെ അവർക്ക് റിപ്പീറ്റഡ് സൈക്കിൾസ് ഓഫ് റിയാക്ഷനകത്ത് എൻ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. കാരണം അവർ ഏറ്റവും അവസാനത്തെ ഓരോ റിയാക്ഷൻ കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ റിയാക്ഷൻ്റെ ലാസ്റ്റ് സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞപ്പോൾ എൻസൈംസിനെ റീജനറേറ്റ് ചെയ്യുവാണ് അറ്റ് ദെയർ ഒറിജിനൽ ഫോം. എൻസൈംസ് ആർ എക്സ്ട്രീംലി സ്പെസിഫിക് ഇൻ ദെയർ ആക്ഷൻ ആൻഡ് ആർ ഹൈലി സെലക്റ്റീവ് ഇൻ ദെയർ ചോയ്സ് ഓഫ് സബ്സ്ട്രേറ്റ്. എൻസൈംസ് എക്സ്ട്രീംലി സ്പെസിഫിക് ആണ് അവരുടെ റിയാക്ഷൻസിൻ്റെ കേസിൽ, അതുപോലെ ഹൈലി സെലക്റ്റീവ് ആണ് അവരുടെ ചോയ്സ് ഓഫ് സബ്സ്ട്രേറ്റിൻ്റെ കേസസിനകത്ത്. In other words, they have extreme reaction specificity substrate specificity ആണുള്ളത്. This is because they have high specificity with respect to the nature of the reaction and the structure of the substrate. അതിന് കാരണം അവർക്ക് ഹൈ സ്പെസിഫിസിറ്റിയാണ്, നേച്ചർ ഓഫ് ദ റിയാക്ഷൻ അനുസരിച്ചും സബ്സ്ട്രേറ്റിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചും ഹൈ സ്പെസിഫിസിറ്റിയാണ് അവർ കാണിക്കുന്നത്. So a particular enzyme can catalyze either a specific reaction or a set of closely similar reactions to the same or similar substrate. So ഒരു പർട്ടിക്കുലർ എൻസൈമിന് ഒരു സ്പെസിഫിക് റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ക്ലോസ്ലി സിമിലർ ആയിട്ടുള്ള റിയാക്ഷൻസ് ബൈ സെയിം അല്ലെങ്കിൽ സിമിലർ സബ്സ്ട്രേറ്റ്സിൻ്റെയാണ് പറ്റുന്നത്. This high specificity enables them to drive metabolic process through strictly specific channels. ഈ ഹൈ സ്പെസിഫിസിറ്റി അവർക്ക് മെറ്റബോളിക് ആയിട്ടുള്ള പ്രോസസ്സുകളെ സ്ട്രിക്ട്ലി സ്പെസിഫിക് ചാനൽസ് വഴി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് എൻസൈംസ് ക്യാൻ കാറ്റലൈസ് എ ബ്രോഡ് സ്പെക്ട്രം ഓഫ് റിയാക്ഷൻസ്. ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് റിയാക്ഷൻസ് എൻസൈംസിന് കാറ്റലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എക്സാമ്പിളാണ് ഹൈഡ്രോളിസിസ്, പോളിമറൈസേഷൻ, ഐസോമറൈസേഷൻ, ഓക്സിഡേഷൻ റിഡക്ഷൻ, ഡീഹൈഡ്രേഷൻ, ആൽഡോൾ കണ്ടൻസേഷൻ, ഗ്രൂപ്പ് ട്രാൻസ്ഫർ റിയാക്ഷൻസ് ഒക്കെ. Enzyme action is under biological regulation. Enzymes' activity is under the inducive or inhibitory regulation of biological factors which can either stimulate or inhibit the enzyme action. Enzyme action actually inducive അല്ലെങ്കിൽ ഇൻഹിബിറ്ററി റെഗുലേഷൻ ഓഫ് ബയോളജിക്കൽ ഫാക്ടേഴ്സിലാണ് ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് ആക്ച്വലി സ്റ്റിമുലേറ്റ് ചെയ്യുകയോ ഇൻഹിബിറ്റ് ചെയ്യുകയോ ചെയ്യുന്ന എൻസൈമിൻ്റെ ആക്ഷൻ. As a result of this regulation, substrate utilization and product formation conform to the needs of the cell or an organism. അതുകൊണ്ട് തന്നെ സബ്സ്ട്രേറ്റ് ഇങ്ങനെ ഒരു റെഗുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ സബ്സ്ട്രേറ്റിൻ്റെ യൂട്ടിലൈസേഷനും പ്രൊഡക്റ്റിൻ്റെ ഫോർമേഷനും ഒക്കെ ഓരോ സെല്ലിൻ്റെ അല്ലെങ്കിൽ ഓർഗാനിസത്തിൻ്റെ നീഡ്സ് അനുസരിച്ചാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റാണ് റിവേഴ്സിബിലിറ്റി ഓഫ് എൻസൈം റിയാക്ഷൻസ്. Most enzymatic reactions are reversible in the sense that the same enzyme can govern forward and backward reactions. മിക്ക എൻസൈമാറ്റിക് റിയാക്ഷൻസും റിവേഴ്സിബിൾ ആണ്. സെയിം എൻസൈമിന് തന്നെ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷൻസും ക്യാരി ഔട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഹൗവർ ഇൻ സം കേസസ് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് റിയാക്ഷൻസ് ആർ മീഡിയേറ്റഡ് ബൈ ഡിഫറെൻറ്റ് എൻസൈംസ്. പക്ഷേ ചില കേസസിനകത്ത് ഫോർവേഡ് റിയാക്ഷൻസും ബാക്ക്വേർഡ് റിയാക്ഷൻസും കാറ്റലൈസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻസൈംസ് ആണ്. The synthesis and concentration of enzymes are in dynamic balance and genetically controlled. സിന്തസിസും അതുപോലെ എൻസൈംസിൻ്റെ കോൺസെൻട്രേഷനും ഡൈനാമിക്കലി ബാലൻസ്ഡ് ആണ്, അതുപോലെ ജനറ്റിക്കലി കൺട്രോൾഡുമാണ്. ദ ബയോസിന്തസിസ് ആൻഡ് ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് എൻസൈംസ് ആർ ജനറ്റിക്കലി കൺട്രോൾഡ് ആൻഡ് വെൽ വിത്തിൻ ദ നോർമൽ ലിമിറ്റ്. ബയോസിന്തസിസും അതുപോലെ ഫൈനൽ കോൺസെൻട്രേഷൻ ഓഫ് എൻസൈംസും ജനറ്റിക്കലി കൺട്രോൾഡ് ആണ്, അതുപോലെ അതിൻ്റെ ലിമിറ്റിനകത്ത് വെച്ച് തന്നെയാണ് സംഭവിക്കുന്നത്. ഇൻഫാക്ട് എൻസൈം സിന്തസിസ് ഇറ്റ്സെൽഫ് ഇസ് എൻസൈം കാറ്റലൈസ്ഡ്. എൻസൈം സിന്തസിസ് എന്ന് പറയുന്നത് തന്നെ എൻസൈം കാറ്റലൈസ്ഡ് ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. Thus all biological reactions are enzyme catalyzed and hence genetically determined. അതുകൊണ്ട് തന്നെ എല്ലാ ബയോളജിക്കൽ റിയാക്ഷൻസും എൻസൈം കാറ്റലൈസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ ബയോളജിക്കലി അല്ലെങ്കിൽ ജനറ്റിക്കലി കൺട്രോൾഡും ആണ്. താങ്ക് യു.